ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റമദാൻ മോർണിംഗ് റൂട്ടീനായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു രാവിലെ ഒരു 8 മണി മുതൽ ഒരു 1 മണി വരെയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ സുബഹി നിസ്കാരമെല്ലാം കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങി 8 മണിയെല്ലാം ആകുമ്പോഴാണ് എണീക്കാറുള്ളത്. അങ്ങനെ എണീച്ചൊന്ന് ജസ്റ്റ് പല്ലെല്ലാം തേച്ചിട്ട് ഒന്ന് പുറത്തൂടെയൊക്കെ നടക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇന്ന് ഹെയർ ഓയിലാണ് യൂസ് ചെയ്തത്. കാരണം ഞാൻ 1 വീക്കിലെല്ലാം തലയിൽ മുടിയിൽ എണ്ണ തേക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ SM-ൻ്റെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യൽ. അങ്ങനെ അതെല്ലാം തേച്ചതിന് ശേഷം വീണ്ടും മുറ്റത്തൊരു ചെറിയൊരു മാവുണ്ട്. അതിന്മേൽ ചുറ്റും നല്ല തണലായതുകൊണ്ട് തന്നെ കിളികളെല്ലാം വന്നിരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇവിടെ വെച്ച് കൊടുക്കാൻ വിചാരിച്ച്. കാരണം ഭയങ്കര വെയിലാണ്, നമുക്ക് തന്നെ ചൂട് സഹിക്കാൻ കഴിയില്ല, പിന്നെ അവരെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഞാനങ്ങനെ വെള്ളമെല്ലാം വെച്ച് കൊടുത്തിട്ട് അവിടുന്ന് മാറി നിന്ന് ഇനി അവർ കുടിച്ചോട്ടെ എന്നെല്ലാം വിചാരിച്ചിട്ട്. അപ്പോൾ ഈ പൂത്താങ്കിരിയെല്ലാം വന്നിട്ട് ആ വെള്ളത്തിൽ കുളിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിനി അതിൻ്റെ അടുത്തേക്ക് പോയാൽ അവർ പറന്ന് പോകാൻ വിചാരിച്ച് ഞാൻ അതിൻ്റെ അടുത്തോട്ടൊന്നും പോയില്ല. പിന്നെ കുറച്ച് ടൈം ഞാൻ അതെല്ലാം നോക്കിയിരുന്നിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ ഞാൻ തലയിൽ ഈ ഷാമ്പൂ എല്ലാം ഹെയർ ഓയിലെല്ലാം യൂസ് ചെയ്താൽ ഈ ജോൺസൺസിൻ്റെ ബേബി ഷാമ്പൂ ആണ് യൂസ് ചെയ്യാറ്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷോപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ ജസ്റ്റ് ഒരു ബേബി ക്രീം അപ്ലൈ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ ഹിമാലയൻ്റെ ബേബി ക്രീമാണ് അപ്ലൈ ചെയ്യാറ്. എനിക്ക് എല്ലാ പ്രൊഡക്ട്സൊന്നും പറ്റൂല, എൻ്റെ സ്കിന്നിന് പറ്റൂല, എനിക്ക് അലർജി ഉണ്ടാവും. പിന്നെ ഞാൻ അങ്ങനെ ഒരു സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്ത്. കാരണം ഭയങ്കര വെയിലാണല്ലോ, സൺസ്ക്രീൻ ഇല്ലാതെ നടക്കില്ല. അങ്ങനെ സൺസ്ക്രീനെല്ലാം അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒരു ലിപ് ബാമും കൂടെ അപ്ലൈ ചെയ്ത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ ഷോപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഷോപ്പ്, നടക്കാനുള്ളൂ ഒരു 2 മിനിറ്റ് എങ്ങാനും നടക്കാനുള്ളൂ. പക്ഷേ 2 മിനിറ്റ് ആണെങ്കിലും വെയിൽ ഭയങ്കരമാണ്. ആ വെയിലാണ് സഹിക്കാൻ കഴിയാത്തത്. അങ്ങനെ ഞാൻ ഷോപ്പിലെത്തിയപ്പോൾ പെരുന്നാളെല്ലാം ആവാനായി, 2 ദിവസം കൂടെ കഴിഞ്ഞാൽ പെരുന്നാളാണ്. അപ്പോൾ നമുക്ക് പെരുന്നാളിനുള്ള സാധനങ്ങളും പിന്നെ ചെറിയൊരു നോമ്പെല്ലാം കഴിയാനായില്ലേ. അപ്പോൾ നോമ്പിന് കഴിയുന്നതിൻ്റെ മുമ്പിലൊരു ക്ലീനിങ് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യലൊക്കെയാണ്. അപ്പോൾ ഇവിടെ അരിയെല്ലാം വന്നിട്ടുണ്ട്. ഈ സക്കാത്ത് അരിയെല്ലാം കൊടുക്കാനുണ്ടാവുകൊണ്ട് തന്നെ അരിയെല്ലാം നല്ലോണം പോവും. അപ്പോൾ അതിനുള്ള അരികളെല്ലാം ഇറക്കിയിട്ടുണ്ട്. പിന്നെ പപ്പടം അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കുറേ സാധനങ്ങളെല്ലാം രാവിലെ ആയപ്പോഴേക്ക് തന്നെ ഇപ്പം ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതെല്ലാം അതിൻ്റെ അതാത് സ്ഥാനത്തിലോട്ട് വെച്ച് പിന്നെ ഒരുപാട് സാധനങ്ങളെല്ലാം റെഡിയാക്കാനുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അപ്പോഴാണ് ബാങ്കിലോട്ട് പോകണം എന്നുള്ളത് ഓർമ്മ വന്നത്. എനിക്ക് 1-2 കാര്യങ്ങളെല്ലാം റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ടൗണിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ബാങ്കിലോട്ട് പോകാൻ വിചാരിച്ചിട്ട് എനിക്ക് ആധാറിൻ്റെയും ബാങ്ക് പാസ്ബുക്കിൻ്റെ എല്ലാം ഫോട്ടോ കോപ്പി എല്ലാം വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുക്കാൻ വന്നതിന് ശേഷം പിന്നെ ഞാൻ നേരെ എൻ്റെ കനറ ബാങ്കിലോട്ട് പോയി. അങ്ങനെ അവിടെ കുറേ ടൈം പോസ്റ്റ് അടിച്ച് നിന്ന് നല്ല തിരക്കായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ നേരെ അർബൻ മാളിലോട്ടാണ് പോയത്. എനിക്ക് 1-2 ഐറ്റംസ് എല്ലാം വാങ്ങിക്കാനെല്ലാം ഉണ്ടായിരുന്നു. ടിഷ്യൂ വൈപ്സ് അങ്ങനത്തെ എനിക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേഗം അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ എനിക്ക് വേണ്ട ഐറ്റംസ് എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച ഐറ്റംസൊന്നും എനിക്ക് ചിലതൊന്നും കിട്ടിയില്ല. കാരണം വിചാരിച്ച കമ്പനി ഐറ്റംസ് ഒന്നുമില്ല, എല്ലാം വേറെ വേറെ എന്തൊക്കെയോ കമ്പനികൾ, ആദ്യമായിട്ട് കാണാം ഓരോ കമ്പനികളെല്ലാം. പിന്നെ അങ്ങനെ ഞാൻ അവക്കാഡോ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവക്കാഡോ. അപ്പോൾ അത് 2 വാങ്ങിച്ച് പിന്നെ ജസ്റ്റ് എല്ലായിടത്തും കൂടെ ഒന്ന് നടന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എത്തിപ്പെട്ടത് ഐസ്ക്രീമിൻ്റെ മുന്നിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീമെല്ലാം. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ സാധാ നോർമൽ ബട്ടർ സ്കോച്ച് അങ്ങനെയെല്ലാം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സ്ട്രോബെറി വിത്ത് ചീസ് ഫ്ലേവറുള്ള ഒരു ഐസ്ക്രീം കണ്ട്. അത് ചെറിയൊരു ബോട്ടിൽ എങ്ങനെ 45 രൂപ അങ്ങനെ എന്തോ വരുന്നൊരു ചെറിയൊരു ബോട്ടിലാണ്. അപ്പോൾ പിന്നെ ഞാൻ അതെടുത്ത്, കാരണം അത് ഞാൻ കഴിച്ചു നോക്കിയില്ല, ടേസ്റ്റ് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ നമ്മളെ ഷോപ്പിൽ ആ ഒരു ഫ്ലേവറിൽ ഐസ്ക്രീം ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ അതെടുത്ത് പിന്നെ ഒരു യോഗട്ട് എടുത്ത്, മാംഗോൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ജ്യൂസ് ഐറ്റംസ് എല്ലാം നോക്കി, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ അത് വേണ്ട വെച്ചിട്ട് പിന്നെ ഞാൻ ലേസ്, കുറുകുറു അങ്ങനത്തെ ഐറ്റംസ് എല്ലാം, കേക്ക് ഐറ്റംസ്, പ്രിങ്കിൾസ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാര്യമായിട്ട് വിമാർട്ടിലോട്ടും വേറെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോട്ടൊക്കെ കയറിയാൽ കാര്യമായിട്ട് അങ്ങനത്തെ ഐറ്റംസാണ് വാങ്ങിക്കാറുള്ളത്. വേറെ ഒന്നും നമുക്ക് വേണ്ട, നമ്മൾ ഷോപ്പിൽ ഉണ്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കുറച്ച് വാങ്ങിച്ചിട്ട് അങ്ങനെ അവിടുന്ന് പോന്ന്. പിന്നെ എനിക്ക് എൻ്റെ വണ്ടി ചെറിയൊരു പണി തന്നു കേട്ടോ. സെൽഫ് അടിയൂല ചില സമയത്ത്, പെട്ടെന്ന് ബാറ്ററി ലോ ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ ബ്ലോക്കിൽ വിട്ടപ്പോൾ വണ്ടി ഒന്ന് സ്റ്റോപ്പായി. അപ്പോൾ പിന്നെ കുറച്ച് ടൈം അവിടെ ഇങ്ങനെ നിന്നപ്പോൾ റെഡിയായി, സ്റ്റാർട്ടായി. അപ്പോൾ അങ്ങനെ പോന്ന്. പിന്നെ ഞാനങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ പർപ്പിളിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5
5 ഐറ്റംസോളം ഓർഡർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ അൺബോക്സ് ചെയ്യാൻ കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇടങ്ങേറാണല്ലോ. എന്താണ് നമുക്ക് നമ്മൾ തന്നെ ഓർഡർ ആക്കി എന്നാലും എങ്ങനെയൊക്കെ അത് അങ്ങനെ കാണാഞ്ഞാൽ ഭയങ്കര ഒരു ഇടങ്ങേറാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം അത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ലിപ് ബാമാണ്. അതുപോലൊക്കെ തന്നെ സിറം. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനങ്ങനെ യൂട്യൂബിലും ഇതിലെല്ലാം റിവ്യൂ എല്ലാം നോക്കിയിട്ട് എൻ്റെ സ്കിൻ ടോണിനനുസരിച്ചിട്ടുള്ളത് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഞാനൊരു സിറം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ബബിൾസ് പൊട്ടിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ചിലപ്പോൾ വീട്ടിൽ അടിയേക്കാരം, ഞാനും അതൊക്കെ ഇതിന് ഭയങ്കര അടിയേക്കാരം. അങ്ങനെ അതെല്ലാം കുറച്ച് ടൈം പൊട്ടിച്ച് പിന്നെ ഞാനൊരു സെറ്റഫിലിൻ്റെ ക്ലെൻസറുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം ഓർഡർ ചെയ്ത് പിന്നെ ഇപ്പോൾ എന്താ ഓർഡർ ചെയ്ത് പിന്നെ ഒരു സൺസ്ക്രീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെയിലല്ലേ, നമുക്കിതില്ലാതെ നടക്കില്ല. ഞാനിതൊന്നും അപ്ലൈ ചെയ്യാറൊന്നുമില്ല, പക്ഷെ ഇപ്പം എന്തോ എനിക്ക് ഇതൊക്കെ വേണം എന്നുള്ളൊരു തോന്നൽ. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ചിലപ്പോൾ അങ്ങനെ തുടർന്ന് പോകും, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്ക് അത്രയൊക്കെ തന്നെ ഞാൻ യൂസ് ചെയ്യുള്ളൂ. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് അങ്ങ് തുടർന്നുകൊണ്ട് പോകും. ചിലപ്പോൾ അത് ഒരാഴ്ച എല്ലാം യൂസ് ചെയ്തിട്ട് അങ്ങനെ അവിടെ ഇട്ടിട്ട് അങ്ങ് പോകും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വല്ല വീഡിയോ എല്ലാം കണ്ടിട്ട് നമുക്കിങ്ങനെ തോന്നുമ്പോൾ വീണ്ടും അതെടുത്തിട്ട് അപ്ലൈ ചെയ്യും. അത്രേ ഉള്ളൂ എൻ്റെ കാര്യം. അതന്നെ അങ്ങനെ ആയിട്ട് നമുക്ക് അഡിക്റ്റൊന്നുമില്ല. പിന്നെ ഞാനൊരു ലിപ്സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിപ്സ്റ്റിക്ക് ഞാൻ പിന്നെ ആദ്യം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു പുതിയൊരു ഷെയ്ഡൊന്ന് ഓർഡർ ആക്കി നോക്കിയാണ്. എന്നും ഇടുന്നില്ലാറോ ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇനി എങ്ങനെ ആവുമോ എന്നുള്ളതെല്ലാം. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഷെയ്ഡ് തന്നെയാണ്. അങ്ങനെ അതെല്ലാം അൺബോക്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, ഈ ഒരു പാക്കേജ് കിട്ടാൻ എനിക്ക് ഡെലിവറി ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 6-ാം തീയതി. പക്ഷെ എനിക്ക് സാധനം 6-ാം തീയതി ഒന്നും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പഠിച്ചോനെ, ഞാൻ പൈസ ഫുള്ള് കൊടുത്തും ചെയ്ത് ഓൺലൈൻ പേയ്മെൻറ്റ് ഞാൻ ചെയ്തത്, ഇനി എന്നെ പറ്റിക്കുമോ, എനിക്ക് എൻ്റെ സാധനം കിട്ടൂല എന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ 8-ാം തീയതി ആയപ്പോൾ വന്ന്, പെരുന്നാളെല്ലാം ആയതുകൊണ്ട് തന്നെ തിരക്കായിട്ടാവും. അങ്ങനെ തന്നെ ഞാൻ സമാധാനിക്കാറുണ്ടായിരുന്നു, എന്നാലും ഉള്ളിലേക്കൊരു പേടിയെന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.